ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് അടയ്ക്കും. രാത്രി 10-ന് ഹരിവരാസനം പാടി നടയടച്ചാൽ ഓണം പൂജകൾക്കായി സെപ്റ്റംബർ 3-ന് നട വീണ്ടും തുറക്കും. 12,965 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഇന്ന് നടയടയ്ക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയായിരുന്നു, പക്ഷേ ആ മഴയെ അവഗണിച്ച് നല്ല തിരക്കായിരുന്നു, ഭക്തജന ഒഴുക്കായിരുന്നു. ഇന്ന് അവിടെ എങ്ങനെയാണ് സാഹചര്യങ്ങൾ? രാഗി, നട തുറന്ന ആദ്യ 3 ദിവസം 20,000-ന് മുകളിൽ ഭക്തജനങ്ങൾ ദർശനം നടത്തിയപ്പോൾ ഇന്നലെ 12,000-ഓളം ഭക്തജനങ്ങൾ, മിനിഞ്ഞാന്ന് 14,000-ഓളം ഭക്തജനങ്ങൾ, 2 ദിവസമായി 12,000-ന് മുകളിൽ ഭക്തജനങ്ങൾ ദർശനം നടത്തുന്നു. ഇന്നും സുഗമമായ ദർശനം ഭക്തജനങ്ങൾക്ക് സാധ്യമാകുന്ന ദിവസമാണ്. തിരക്ക് നന്നേ കുറവാണ്. കാലാവസ്ഥയും അനുകൂലമാണ്. മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് 2 ദിവസമായി സന്നിധാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്കെല്ലാം സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. തിരക്ക് നന്നേ കുറവായതുകൊണ്ട് തന്നെ 18-ാം പടി തൊഴുത് കയറി അയ്യപ്പ ദർശനം സാധ്യമാകുന്ന ഒരു ദിവസമായി മാറുകയാണ്. തിരക്കൊന്നും കൂടാതെ വളരെ സാവധാനം തന്നെ ഭക്തജനങ്ങൾക്കെല്ലാം അയ്യപ്പനെ കാണാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി ഇന്നെത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സിദ്ധിക്കുകയാണ്. ഇനി ഓണം പൂജകൾക്കായി സെപ്റ്റംബർ 3-ാം തീയതിയാണ് നട തുറക്കുന്നത്. സെപ്റ്റംബർ 3-ാം തീയതി ഓണം പൂജകൾക്ക് ഒരാഴ്ചകൾക്കപ്പുറം നട തുറക്കുന്നു എന്നുള്ള കാര്യവുമുണ്ട്. എന്തായാലും വളരെ സുഗമമായ ദർശനം ഈ 2 ദിവസങ്ങളിലായി ഭക്തജനങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട്. ശബരിമലയിലെ ഭക്തജന പ്രവാഹം സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഭക്തജനങ്ങൾക്ക് 18-ാം പടി തൊഴുത് വണങ്ങി കയറി സാവധാനം ശബരിമല നട ഇന്ന് അടയ്ക്കുകയാണ്. രാത്രി 10-ന് ഹരിവരാസനം പാടി നടയടയ്ക്കും. വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷം, കാലാവസ്ഥയാണ് ഇന്ന് എന്നുള്ളത് വലിയ ആശ്വാസവും ഒപ്പം ഭക്തർക്ക് അനുകൂലമായ ഒരു സാഹചര്യവും ഒരുക്കുന്നുമുണ്ട്. ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി അവർ അയ്യനെ വണങ്ങി മല ഇറങ്ങുകയും ചെയ്യും. മിഥുൻ മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പുത്തൻപുള്ളരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്തേ.